1950കളിലാണ് കേരളത്തിൽ മദ്രസാ പ്രസ്ഥാനം നിലവിൽ വരുന്നത്. മറ്റു നാടുകളിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവങ്ങൾ സമ്മാനിച്ചായിരുന്നു മദ്രസാ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും വികാസവും. അരനൂറ്റാണ്ടുകൊണ്ട് തന്നെ മതസാക്ഷരതയിൽ ഏകദേശ പരിപൂർണതയിലെത്താൻ കേരള മുസ്ലിം സമൂഹത്തിനായി എന്നത് അഭിമാനകരം തന്നെയാണ്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിലെ മദ്രസാ സംവിധാനം. ഇസ്ലാമിക പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ സമാനതകളില്ലാതെ വേറിട്ട് നിൽക്കാൻ കേരളീയ മദ്രസകൾക്കായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട്. ഓത്തുപള്ളികളിൽ നിന്നും ഓത്തുപുരയിൽ നിന്നും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ വരവോടുകൂടിയാണ് ഒരു ഏകീകൃത സ്വഭാവത്തോട് പ്രവർത്തിക്കാൻ മദ്രസകൾക്കായത്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, പറവണ്ണ മുഹൈദ്ദീൻ കുട്ടി മുസ്ലിയാർ, KP ഉസ്മാൻ സാഹിബ്, TK അബ്ദുള്ള മൗലവി, അബൂബക്കർ നിസാമി തുടങ്ങിയവരായിരുന്നു തുടക്കത്തിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത്. റമളാനിലെ നീണ്ട അവധി കഴിഞ്ഞ് ശവ്വാൽ 9 ചൊവ്വാഴ്ച കേരളത്തിലെ മദ്രസകൾ പ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുന്നു. അന്നേ ദിവസം തന്നെയാണ് മതവിദ്യാഭ്യാസത്തിന്റെ ആദ്യാക്ഷരങ്ങളുടെ മധുനുകരാൻ കുരുന്നുകൾ രക്ഷിതാക്കളുടെ കയ്യിൽ തൂങ്ങിയെത്തുന്നത്. ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ മദ്രസകളിലൊന്നായ കണ്ണൂർ ജില്ലയിലെ രാമന്തളി മർക്കൽ ഇസ്ലാം മദ്രസ ഭാരവാഹികൾ അന്നേ ദിവസം പ്രവേശനോത്സവമായി ആഘോഷിക്കുകയുണ്ടായി. ദഫ്മുട്ടിന്റെ അകമ്പടിയോടെ കുരുന്നുകളെ മദ്രസയിലേക്ക് ആനയിച്ചും രാമന്തളിയുടെ സമസ്ത മേഖലകളിലും സക്രിയമായി ഇടപെടുന്ന രാമന്തളി മുസ്ലിം യൂത്ത് സെന്ററിന്റെ വകയിൽ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ പഠനോപകരണങ്ങളായ പുസ്തകങ്ങളും ബാഗും വിതരണം നടത്തി. പരിപാടിയിലെത്തിയ എല്ലാവർക്കും മധുരപാനീയവും മധുരവും നൽകാൻ വടക്കുംപാട് ബ്രദേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാരവാഹികളും രംഗത്തുണ്ടായിരുന്നു. പുതുതലമുറയെ ദീനിന്റെയും നേരിന്റെയും വഴി നടത്താൻ സഹായം ചെയ്യുന്നവർക്കും അറിവ് പകർന്നു നൽകുന്ന ഉസ്താദുമാർക്കും നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ. ഭാവി ജീവിതത്തിലുടനീളം പഠിച്ചതിനെ പ്രാവർത്തികമാക്കാൻ വിദ്യാർത്ഥികളായ കൊച്ചുമക്കൾക്കും സാധിക്കട്ടെ. നാഥൻ തുണക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ.